എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 4ാമത്തെ യൂണിറ്റ് അന്നപദത്തിലൂടെ ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. PSC കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഒട്ടും സമയം കളയാതെ തന്നെ ഓരോരോ യൂണിറ്റുകളായിട്ട് നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് നമുക്ക് നോക്കി പോവാം. പാത്തുമ്മയുടെ ആട് ആരുടെ കൃതിയാണ്? എല്ലാവർക്കും അറിയായിരിക്കും, വൈക്കം മുഹമ്മദ് ബഷീർ. പാത്തുമ്മയുടെ ആട് ആരുടെ കൃതിയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് പോഷണം അഥവാ ന്യൂട്രീഷൻ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതിനെ പറയുന്ന പേര് പോഷണം അഥവാ ന്യൂട്രീഷൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. ഹരിത സസ്യങ്ങൾ ആഹാരത്തിന് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. ഇവ ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ അവയെ പറയുന്ന പേര് സ്വപോഷികൾ എന്നാണ്. നമ്മൾ ഹരിത സസ്യങ്ങൾ നോക്കുമ്പോൾ അത് ആഹാരത്തിന് മറ്റ് ജീവികളൊന്നും ആശ്രയിക്കുന്നില്ല. ഇവ എന്ത് ചെയ്യാണ്? സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഹരിത സസ്യങ്ങളെ നമ്മൾ സ്വപോഷികൾ എന്നാണ് പറയാം. സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയാത്ത ജീവികൾ ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു. അതിനാൽ അവ അറിയപ്പെടുന്നത് പരപോഷികൾ എന്നാണ്. അപ്പോൾ മറ്റ് ജീവികളെ ആശ്രയിക്കുന്നു എന്ന പോയിന്റിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇങ്ങനെ മറ്റ് ജീവികളെ ആശ്രയിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ പരപോഷികൾ എന്ന് വിളിക്കുന്നു. വളർച്ചയുടെ ആരംഭത്തിൽ മറ്റ് ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന സസ്യമാണ് ചന്ദനം. വളർച്ചയുടെ ആരംഭത്തിൽ മറ്റ് ചെടികളുടെ വേരിൽ നിന്ന് ജലവും ലവണവും കണ്ടെത്തുന്ന സസ്യമാണ് ചന്ദനം. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന സസ്യമാണ് മോണോട്രോപ്പ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ആഹാരം കണ്ടെത്തുന്ന സസ്യം മോണോട്രോപ്പയാണ്. ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യമാണ് ഇത്തിൽ ചെടി. ജലത്തിനും ലവണത്തിനും വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന സസ്യമാണ് ഇത്തിൽ ചെടി. ആഹാരത്തിനു വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന ഒരു സസ്യമാണ് മൂടില്ലാത്താളി എന്ന് നമ്മൾ പറയുന്നത്. ആഹാരത്തിനു വേണ്ടി അത് സ്ഥിതി ചെയ്യുന്ന സസ്യത്തെ ആശ്രയിക്കുന്ന ഒരു സസ്യമാണ് മൂടില്ലാത്താളി. പൂർണ്ണപരാഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി. പൂർണ്ണപരാഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളി. ശവോപജീവികൾക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ എന്ന് പറയുന്നത്. ശവോപജീവിക്ക് ഉദാഹരണമാണ് മോണോട്രോപ്പ എന്ന് പറയുന്നത്. ബാഹ്യപരാഗങ്ങൾക്ക് ഉദാഹരണമാണ് പേനും ചെള്ളും. ബാഹ്യപരാഗങ്ങൾക്ക് ഉദാഹരണമാണ് പേന്, ചെള്ള് എന്നിവ. ആന്തരപരാഗത്തിന് ഉദാഹരണമാണ് വിര. ആന്തരപരാഗത്തിന് ഉദാഹരണമാണ് വിര. പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ്. പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ്. പ്രധാന ഇരപിടിയൻ സസ്യങ്ങളാണ് വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി എന്നിവ. പ്രധാന ഇരപിടിയൻ സസ്യങ്ങളാണ് വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, പിച്ചർ ചെടി എന്നിവ. സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് കാർബൺ, ഫോസ്ഫറസ്, സൾഫർ, ഇരുമ്പ്, ഹൈഡ്രജൻ, നൈട്രജൻ തുടങ്ങിയ കാൽസ്യം എന്നിവ. നമ്മുടെ സസ്യങ്ങളെ നോക്കുകയാണെങ്കിൽ സസ്യങ്ങൾക്ക് കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളാണ് കാർബൺ, ഫോസ്ഫറസ്, സൾഫർ, ഇരുമ്പ്, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം എന്നിവ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന മണ്ണിരയിലെ ബാക്ടീരിയയാണ് അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ എന്നിവ. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന മണ്ണിലെ ബാക്ടീരിയകളാണ് അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ എന്നിവ. ഇരപിടിയൻ സസ്യങ്ങളെ പോലുള്ളവ പ്രാണികളെ പിടിക്കുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ചിലതരം മണ്ണിൽ ആസിഡിന്റെ അംശം കൂടുന്നത് കൊണ്ടും
മറ്റും അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ പോലുള്ള ബാക്ടീരിയകൾ ഇല്ലാതെ വരുന്നു. ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് അവ ആവശ്യമായിട്ടുള്ള നൈട്രജൻ സ്വീകരിക്കുന്നു. ഇരപിടിയൻ സസ്യങ്ങളെ പോലുള്ളവ പ്രാണികളെ പിടിക്കാനുള്ള കാരണം അവയ്ക്ക് ആവശ്യമായിട്ടുള്ള നൈട്രജൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ആ നൈട്രജൻ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലതരം മണ്ണിൽ ആസിഡിന്റെ അംശം കൂടുന്നത് കൊണ്ടും മറ്റും അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ പോലുള്ള ബാക്ടീരിയകൾ ഇല്ലാതെ വരും. ഇത്തരം മണ്ണിൽ വളരുന്ന ചെടികൾക്ക് നൈട്രജൻ ലഭിക്കില്ല. പ്രാണികളുടെ ശരീരം വിഘടിപ്പിച്ച് അവ ആവശ്യമായിട്ടുള്ള നൈട്രജൻ സ്വീകരിക്കുകയാണ് ചെയ്യുക. ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. ജീവൽ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. ആഹാരത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ച് തന്നെയാണ്. മാറിപ്പോരുത്. ആഹാരത്തിന്റെ ദഹനം നമ്മളത് വായിലേക്ക് ഇട്ടപാട് തുടങ്ങും. ആഹാരത്തിന്റെ ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ അത് വായിൽ വെച്ചാണ്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഒരു ഭാഗമാണ് പല്ല്. മനുഷ്യ ശരീരത്തിലെ കാഠിന്യമേറിയ ഭാഗം പല്ല്. പല്ലിന്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. പല്ലിന്റെ ഏറ്റവും ഉപരിതല ഭാഗം ഇനാമലാണ്. പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയ അതിൽ പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇനാമലിന്റെ നാശത്തിന് കാരണമാകുകയും ചെയ്യുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. പാലുകൾ, ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പല്ലുകൾക്കിടയിൽ ആഹാരാവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ബാക്ടീരിയ അതിൽ പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇനാമലിന്റെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. പാൽപ്പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്ന ഏകദേശ പ്രായം 6 മാസം മുതലാണ്. കുട്ടികൾക്ക് പാൽപ്പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങുന്ന ഏകദേശ പ്രായം എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 6 മാസമാണ്. പാൽപ്പല്ലുകളുടെ എണ്ണം 20 എണ്ണമാണ്. പാൽപ്പല്ലുകൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ 20 പാൽപ്പല്ലുകളാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. 6 വയസ്സു മുതൽ പാൽപ്പല്ലുകൾ കൊഴിയാൻ തുടങ്ങുന്നു. തുടർന്നു വരുന്ന പല്ലുകൾ അറിയപ്പെടുന്നത് സ്ഥിരദന്തങ്ങൾ എന്നാണ്. 6 വയസ്സു മുതൽ കുട്ടികളുടെ പാൽപ്പല്ലുകൾ എന്ത് ചെയ്യും? കൊഴിയാൻ തുടങ്ങും. പിന്നെ തുടർന്നു വരുന്ന പല്ലുകളെ നമ്മൾ സ്ഥിരദന്തങ്ങൾ എന്നാണ് പറയാം. ഏറ്റവും അവസാനം രൂപം കൊള്ളുന്ന പല്ലുകളാണ് അണപ്പല്ല്. ഏറ്റവും അവസാനം രൂപം കൊള്ളുന്ന പല്ലുകളാണ് അണപ്പല്ല്. ചവർണകം, അഗ്രചവർണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകൾ പൊതുവെ അറിയപ്പെടുന്നത് അണപ്പല്ലുകൾ എന്നാണ്. ചവർണകവും അഗ്രചർവണകവും ചർവണകം, അഗ്രചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകൾ പൊതുവെ അറിയപ്പെടുന്നത് അണപ്പല്ലുകൾ എന്നാണ്. പ്രായപൂർത്തിയായവരിലെ ആകെ പല്ലുകൾ അഥവാ സ്ഥിരദന്തങ്ങൾ എത്രയാണ്? 32 എണ്ണമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്കറിയാം, നിന്റെ 32 പല്ല് ഞാൻ അടിച്ച് തെറിപ്പിക്കുമെന്നൊക്കെ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയാറുണ്ട്. പ്രായപൂർത്തിയായവരിലെ ആകെ പല്ലുകൾ 32 എണ്ണമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇത് PSC പരീക്ഷകൾക്ക് നിരന്തരം ചോദിച്ചു വരുന്ന ഭാഗമാണ്. ഉളിപ്പല്ല് മുൻവശത്ത് താഴെയും മുകളിലുമായിട്ട് 8 പല്ലാണ് ഉളിപ്പല്ലുള്ളത്. പിന്നെ കടിച്ച് മുറിക്കാനാണ് ഈ ഉളിപ്പല്ല് സഹായിക്കുക. മുൻവശത്ത് താഴെയും മുകളിലുമായി 8 പല്ലുകൾ കടിച്ച് മുറിക്കാൻ സഹായിക്കുന്നു. ഇനി നോക്കുകയാണെങ്കിൽ അഗ്രചവർണകം കൊമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്ന 8 പല്ലുകളാണ് ഏത് എന്ന് പറയുന്നത്? അഗ്രചവർണകം അല്ലെങ്കിൽ പ്രീമോളാർ എന്ന് പറയുന്നത്. ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അഗ്രചർവണകവും സഹായിക്കുക. ഇനി അടുത്തത് കൊമ്പലാണ്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകളാണ് കോമ്പല്ല്. ഉളിപ്പല്ലുകൾക്ക് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് 4 പല്ലുകളാണുള്ളത്. ആഹാരവസ്തുക്കൾ കടിച്ചു കീറാനാണ് ഈ കോമ്പല്ലുകൾ സഹായിക്കുക. ഇനി ചർവണകം നോക്കുകയാണെങ്കിൽ അഗ്രചർവണങ്ങളെ തുടർന്ന് മുകളിലും താഴെയുമായിട്ട് കാണപ്പെടുന്ന 12 പല്ലുകളാണ് ചർവണകം. ചവച്ചരയ്ക്കാനാണ് ഈ ഒരു ചർവണകം സഹായിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. വായിൽ നിന്ന് ആഹാരം അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു. ഇതിനെ സഹായിക്കുന്ന അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെയാണ് നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് പറയാ. PSCക്ക് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വായിൽ നിന്ന് ആഹാരം നമ്മുടെ അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു. ഇതിന് സഹായിക്കുന്ന അന്നനാളത്തിന്റെ തരംഗ രൂപത്തിലുള്ള ചലനത്തെ നമ്മൾ പെരിസ്റ്റാൾസിസ് എന്നാണ് പറയാ. ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുകയും ആഹാരത്തെ രാസീയമായി ദഹിപ്പിക്കുകയും ചെയ്യുന്ന ശരീരത്തിലെ ഭാഗമാണ് ആമാശയം. ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുകയും ആഹാരത്തെ രാസീയമായി ദഹിപ്പിക്കുകയും ചെയ്യുന്ന
ശരീരത്തിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആമാശയമാണ്. ചെറുകുടലിന്റെ ഏകദേശ നീളം PSC നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ് 6 മീറ്റർ. ചെറുകുടലിന്റെ ഏകദേശ നീളം 6 മീറ്റർ. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാവുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടലിൽ വെച്ചാണ്. ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നത് എവിടെ വെച്ചാണ്? ചെറുകുടൽ. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം ചെറുകുടലാണ്. ദഹിച്ച ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ശരീരത്തിലെ ഭാഗം ചെറുകുടലാണ് എന്ന് ഓർത്തിരിക്കുക. ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയ കുടൽ അറിയപ്പെടുന്നത് വൻകുടൽ എന്നാണ്. അപ്പോൾ വൻകുടലിന്റെയും ചെറുകുടലിന്റെയും നീളത്തിലുള്ള വ്യത്യാസം പേരിൽ പറയുന്നത് നമ്മൾ വണ്ണത്തിനെ വെച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് ഓർക്കുക. അല്ലാതെ ചെറുകുടലിന് വലിപ്പം കൂടുതലും വൻകുടലിന് വലിപ്പം കൂടുതലും എന്നുള്ള രീതിയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളം. ചെറുകുടലിന് എത്രയുണ്ട്? 6 മീറ്റർ ഉണ്ടായിരുന്നു. ചെറുകുടലിനെ തുടർന്ന് 1.5 മീറ്ററോളം നീളമുള്ള വണ്ണം കൂടിയിട്ടുള്ള കുടൽ അറിയപ്പെടുന്നതാണ് നമ്മുടെ വൻകുടൽ എന്നുള്ളത്. ധാതുലവണങ്ങൾ അടങ്ങിയിട്ടുള്ള ജലത്തിന്റെ ആഗിരണം നടക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് വൻകുടൽ. ധാതുലവണങ്ങൾ അടങ്ങിയ ശരീരത്തിന്റെ ആഗിരണം നടക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് വൻകുടൽ എന്ന് പറയുന്നത്. ദഹനശേഷം അവശേഷിക്കുന്ന മലം സംഭരിച്ചു വെക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് മലാശയത്തിലാണ്. ദഹനശേഷം അവശേഷിക്കുന്ന മലം സംഭരിച്ചു വെക്കുന്നത് മലാശയത്തിൽ. ഏകകോശ ജീവികളുടെ ഒരു ഉദാഹരണമാണ് അമീബ. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമാണ് അമീബ. പോഷക പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം എന്ന് പറയുന്നത്. പോഷണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് ആഹാര സ്വീകരണം. ആഹാരത്തിൽ അടങ്ങിയ ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം. ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള ജൈവ ഘടകങ്ങളെ ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന ലളിത ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ദഹനം എന്ന് പറയുന്നത്. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ആഗിരണം എന്നാണ്. ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ആഗിരണം എന്നറിയപ്പെടുന്നു. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം എന്ന് നമ്മൾ പറയും. ആഗിരണം ചെയ്യപ്പെട്ട ആഹാര ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമാകുന്ന പ്രക്രിയയാണ് സ്വാംശീകരണം എന്ന് നമ്മൾ പറയാം. ഇതൊക്കെ കൃത്യമായിട്ട് ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കണം. PSCക്ക് നിരന്തരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. ആവശ്യമില്ലാതാവുന്ന വസ്തുക്കൾ അത് ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയെ നമ്മൾ വിസർജനം എന്നാണ് പറയുക. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായ വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. അമീബയിലെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, വിസർജനം എന്നിവയാണ്. അമീബയിലെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടത് ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, വിസർജനം എന്നിവയാണ്. അമീബയിലെ പോഷണ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങൾ ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, വിസർജനം എന്നിവയാണ്. ശരീരത്തിൽ നിന്നും രക്തത്തിലേക്ക് എത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് രക്തത്തിലേക്ക്, അപ്പൊ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ എത്തുന്നു. കരളിൽ നിന്ന് യൂറിയ എത്തുന്നു. ചെറുകുടലിൽ നിന്ന് പോഷകഘടകങ്ങൾ എത്തുന്നു. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡും രക്തത്തിലേക്ക് എത്തുന്നുണ്ട്. ശരീരത്തിൽ നിന്നും രക്തത്തിലേക്ക് എത്തുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജൻ എത്തും രക്തത്തിലേക്ക്. കരളിൽ നിന്ന് യൂറിയ എത്തും. ചെറുകുടലിൽ നിന്ന് പോഷകഘടകങ്ങൾ എത്തും. കോശങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? കാർബൺ ഡയോക്സൈഡും എത്തും. കോശങ്ങളിൽ നിന്നും രക്തത്തിലേക്ക് എത്തുന്ന കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത് ശ്വസനം വഴിയാണ്. കോശങ്ങളിൽ നിന്നും രക്തത്തിലേക്ക് എത്തുന്ന കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നത് ശ്വസനം വഴി. കോശങ്ങളിൽ നിന്നും രക്തത്തിലേക്ക് എത്തുന്ന കാർബൺ ഡയോക്സൈഡ് ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്നത് ശ്വസനം വഴിയാണ്. ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിസർജനാവയവമാണ് വൃക്ക. ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവം ഏത് എന്ന് ചോദിച്ചാൽ അത് വൃക്കയാണ്.
രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക. രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക. രക്തത്തിൽ നിന്ന് യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ എന്നിവ അരിച്ചുമാറ്റി മൂത്രരൂപത്തിൽ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. വേനൽക്കാലങ്ങളിൽ മൂത്രനാളത്തിന് അല്പം കൂടുതൽ മഞ്ഞ നിറമുണ്ടാവാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വേനൽക്കാലത്ത് ത്വക്കിലൂടെ കൂടുതൽ ജലാംശം പുറത്തു പോകുന്നു. അപ്പോൾ മൂത്രത്തിലെ ജലാംശത്തിന്റെ അളവ് കുറയുകയും ലവണാംശം കൂടുതലുമായിരിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് മൂത്രത്തിന് അല്പം കൂടുതൽ മഞ്ഞ നിറമുണ്ടാവാൻ വേനൽക്കാലത്ത് കാരണമാവുന്നത്. അപ്പോൾ വേനൽക്കാലങ്ങളിൽ മൂത്രത്തിന് അല്പം കൂടുതൽ മഞ്ഞ നിറമുണ്ടാവാൻ കാരണം എന്താണ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, വേനൽക്കാലത്ത് ത്വക്കിലൂടെ കൂടുതൽ ജലാംശം പുറത്തു പോകുന്നു. അപ്പോൾ മൂത്രത്തിൽ ജലാംശത്തിന്റെ അളവ് കുറവും ലവണാംശം കൂടുതലുമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. മൂത്രത്തിൽ എത്ര ശതമാനം ജലമാണ്? 96% ജലമാണ് മൂത്രത്തിലുള്ളത്. മൂത്രത്തിൽ എത്ര ശതമാനം ജലം? 96%. വൃക്കയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കുട്ടികൾ ദിവസേന എത്ര ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് ചോദിച്ചാൽ 1.5 ലിറ്റർ വെള്ളം കുടിക്കണം. എല്ലാവരും ഓർത്തിരിക്കുക. വൃക്കയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് കുട്ടികൾ ദിവസേന എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 1.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. വൃക്കയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് മുതിർന്നവർ ദിവസേന എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 3 ലിറ്റർ വെള്ളം കുടിക്കണം. വൃക്കയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് മുതിർന്നവർ എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അമിതമായി ജലവും ലവണവും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് നമ്മൾ പറയാം. അമിതമായി ജലവും ലവണവും ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് പറയാം. ശരീരത്തിന്റെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് വിയർക്കലാണ്. ശരീരത്തിന്റെ താപനില ക്രമീകരിച്ച് നിർത്താൻ സഹായിക്കുന്നത് വിയർക്കലാണ്. സസ്യശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു കളയുന്ന മാർഗം. മനുഷ്യ ശരീരത്തിലെ താപനില ക്രമീകരിച്ച് നിർത്തുന്നത് എന്താണ്? വിയർക്കലാണ്. അങ്ങനെയാണെങ്കിൽ സസ്യശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു കളയുന്ന മാർഗങ്ങൾ നമുക്ക് നോക്കാം. മാലിന്യം തൊലിയിൽ സംഭരിച്ചു വെക്കുകയും അവ പിന്നീട് അടർന്നു പോവുകയും ചെയ്യാറുണ്ട്. കാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെ മാലിന്യം പുറത്തു കളയാറുണ്ട്. ആഹാരം നന്നായി അത് 2 കാര്യങ്ങളാണ്. സസ്യശരീരത്തിലെ മാലിന്യങ്ങൾ പുറത്തു കളയുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, മാലിന്യം തൊലിയിൽ സംഭരിച്ചു വെക്കുന്നതും അവ പിന്നീട് അടർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണ്ഡത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന കറകളിലൂടെ മാലിന്യം പുറത്ത് തള്ളാറുണ്ട് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. 59ാമത്തെ ചോദ്യം, ആഹാരം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം നമ്മുടെ ദഹനം സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ്. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം ദഹനം സുഗമമാക്കാൻ. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് സ്ഥിരമായി നിലനിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ശ്വസനം, പ്രകാശ സംശ്ലേഷണം എന്നീ 2 പ്രവർത്തനങ്ങളും നടക്കുന്നതുകൊണ്ട്. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് കൂടാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് ശ്വസനം, പ്രകാശ സംശ്ലേഷണം എന്നീ 2 പ്രവർത്തനങ്ങളും നടക്കുന്നത് കൊണ്ടാണ്. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് സ്ഥിരമായി നിലനിൽക്കുന്നതിനുള്ള കാരണം ശ്വസനം, പ്രകാശ സംശ്ലേഷണം എന്നീ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. 60ഓളം ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എഴുതുക. സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോഴും വീഡിയോയ്ക്ക് ലൈക്ക് കൂടുമ്പോഴും കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഊർജം തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ കൂടി നിങ്ങൾ എനിക്ക് പകർന്നു തരിക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.